അബുദാബിയിൽ വന്നതാണ് ഒരു മാന്ത്രികനെ തേടി എൻ്റെ ഓർമ്മകൾക്ക് ഒരു താക്കോൽ പണിയാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഓർമ്മകളുടെ താക്കോൽ. ഇതാണ് ആ മാന്ത്രികൻ മുഹമ്മദ് സഫീർ. അപ്പൊ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? നമ്മുടെ ഓർമ്മകൾക്ക് ഏറ്റവും മികച്ച താക്കോലാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത്. അപ്പോ സഫീർക്ക, ഞാൻ എന്തിനാണ് ഈ ഓർമ്മകളുടെ താക്കോൽ എന്നീ സുഗന്ധങ്ങളെ വിശേഷിപ്പിച്ചത് എന്നുള്ളതിന്റെ ഒരു മറുപടി സഫീർക്ക് തന്നെ പറഞ്ഞു. അതെ, ഈ സ്മെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് തന്നെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു ഒളിഫാക്ടറി മ്യൂക്കസ് ഉണ്ട്. അതിൽ നമ്മുടെ സ്മെല്ലിന്റെ ഒരു ഇത് ചെല്ലുമ്പോൾ ഒളിഫാക്ടറി ബൾബ് എന്ന് പറഞ്ഞ സാധനത്തിലോട്ടാണ് അത് എത്തുക. ഒലിഫാക്ടറി ബൾബ് ഇത് പ്രോസസ്സ് ചെയ്യിക്കുന്നത് നമ്മുടെ എമിഗ്ഡല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലച്ചോറിലൊരു ഭാഗത്ത് കൂടിയാണ്. അത് പോയിട്ടാണ് നമ്മൾ ഇത് ഇന്ന സ്മെല്ലാണ് എന്നുള്ളത് അറിയുന്നത്. ഏകദേശം 1 സെക്കൻഡ് എടുക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ ഈ എമിഗ്ഡല എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ കൂടി പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്മെല്ലും നമ്മുടെ ഇമോഷൻസും മെമ്മറീസും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ സ്മെല്ലിങ്ങിന്റെ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിന് നമ്മളോട് പറയും ഇതൊരു നല്ല സ്മെല്ലാണ്, അല്ലെങ്കിൽ ഇതിൽ യു ഹാവ് സം മെമ്മറീസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് എന്നുള്ളത് ബ്രെയിന് പെട്ടെന്ന് പ്രോസസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്മെല്ലിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി വരാനുള്ളത്. കാരണം നമുക്ക് ചില സമയത്ത് തോന്നും, കാരണം ചിലപ്പോ വളരെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെയുള്ള ഓർമ്മകളായിരിക്കും ആ സമയത്ത് നമ്മളെ വല്ലാത്ത ഫീലിംഗ് ആണത്. ഈ എങ്ങനെയാണ് ഈ പെർഫ്യൂം മേക്കിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നും ഈ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് കടക്കണം എന്നൊക്കെ തോന്നി എങ്ങനെയാണ്? ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ താലൂക്കിൽപ്പെട്ട അയിരൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ മലബാറിൽ നിന്നുള്ള ഒരു ആള് എന്നുള്ള നിലയ്ക്ക് ഈ പെർഫ്യൂംസ് ഒക്കെ ചെറുപ്പം തൊട്ടേ നമ്മുടെ പേരൻസും അതുപോലെ തന്നെ അമ്മാവന്മാരൊക്കെ ഗൾഫിലുണ്ടായിരുന്നു. അവർ കൊണ്ടുവരുന്ന ആ ഒരു അത്തറ്, അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ, അതുപോലെ തന്നെ വെല്ലിമാടെ നിസ്കാര കുപ്പായത്തിലുള്ള മണം, ജന്നത്തുൽ ഫിർദൗസിന്റെ മണം, എല്ലാവരുടെയും പോലെ ഉള്ള ഓർമ്മകൾ. അപ്പൊ അന്ന് തൊട്ട് അതിനോട് ഇഷ്ടമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ +2 ഒക്കെ പഠിച്ചത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പെർഫ്യൂം സെന്റർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു 10-50 വർഷമായി പഴക്കമായിട്ടുള്ള ഒരു ഹോൾസെയിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 മാസത്തോളം ഞാൻ ഇങ്ങനെ ഇതിന്റെ ഒരു സുഗന്ധങ്ങളുടെ ഒരു വായക ലോകത്താണ്. അത്തറുകൾ വരുന്നു, പെർഫ്യൂംസ് വാങ്ങാൻ ആൾക്കാർ വരുന്നു. അപ്പോൾ പുതിയ വേൾഡ് മാർക്കറ്റിലുള്ള പെർഫ്യൂംസിനെ പരിചയപ്പെടുന്നു, പിന്നെ നാടൻ ഇന്ത്യൻ പെർഫ്യൂംസിനെ പരിചയപ്പെടുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട മണങ്ങൾ നമുക്ക് ലൈറ്റ് സ്മെല്ലായിട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ഭയങ്കര കുത്തുള്ളതായിട്ടും തോന്നുന്നുള്ളത് അവിടുന്ന് മനസ്സിലായത്. ഈ മനുഷ്യന് ഇമോഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ സുഗന്ധങ്ങൾ. എപ്പോഴാണ് ഈ പാരീസിൽ പഠിക്കണം, ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ തോന്നിയത്? ഒരു 3 വർഷം മുന്നെയാണ് ഈ ഒരു ഫ്രാൻസിലത്തെ ഈ ഒരു ഗ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫ്യൂമറി ഉണ്ട്, അവിടുന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇതിന്റെ ഈ പെർഫ്യൂം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ഇൻഡ്യൂഷനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനൊരു സിസ്റ്റമാറ്റിക്കും സയന്റിഫിക്കും ആയ ഒരു രീതി ഉണ്ട്. അപ്പൊ അത് പഠിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. എങ്ങനെയാണ് ആക്ച്വലി ഒരു പുതിയ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത്? ചിലപ്പോ ഒക്കെ എന്താ വെച്ചാല് നമുക്ക് ചില ഓർമ്മകൾ റീക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നും. ഇപ്പോ വൈകുന്നേരത്ത് ഉള്ള മഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോഴുള്ള മണം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ മഴ പെയ്യുന്ന മണം ചിലത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ പോലും ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും ചില ഇൻഗ്രീഡിയൻസിനെ നമ്മൾ പരിചയപ്പെടുമ്പോഴേ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് പെർഫ്യൂമറിയിൽ. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ കെമിക്കൽ ഈക്വലൻസ് ഒരുപാടുണ്ട്. അത് പുതിയ സ്മെല്ല് തന്നെ നമുക്ക് പ്രകൃതിയിൽ ഇല്ലാത്ത സ്മെല്ലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പരിചയപ്പെടുമ്പോൾ അതിന്റെ സാധ്യതകൾ വെച്ചിട്ടും നമ്മൾ പെർഫ്യൂംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ തന്നെയാണോ ചെയ്യുന്നത്? അതെ, ആ ഫിസിക്കൽ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ തന്നെയാണ്. പിന്നെന്താ, തീർച്ചയായിട്ടും വരും. അപ്പോ ഇതാണ് ആ സുഗന്ധങ്ങളുടെ പരീക്ഷണശാല. അതെ. അപ്പൊ ഇതാണ് ആ ഫിസിക്കൽ പ്രോസസ് നടക്കുന്ന സ്ഥലം. ഇപ്പോ ഇതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ മിസരി എന്ന് പറഞ്ഞ സുഗന്ധം. ഇതാണ് ആദ്യമായി ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് അതൊക്കെ. ഈ പെർഫ്യൂമറി പഠിച്ചുകൊണ്ട് ചോദിക്കാം, ഈ ചില സ്ഥലങ്ങളിൽ ചില പഴയ നമ്മുടെ മരിച്ചുപോയൊക്കെ ആളുകളുടെ ഒക്കെ സുഗന്ധങ്ങളും അതുപോലെ തന്നെ ഈ പല തുണികളും, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന്റെ സ്മെല്ലുകൾ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അതെങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത്? അതിൽ ശരിക്കും പറഞ്ഞാലേ ഈ പെർഫ്യൂമറിയുടെ തന്നെ വേറൊരു ഭാഗമായിട്ട് നമുക്ക് നോർമൽ ലൈഫിലത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു യേശുദാസ് പാടിയ പാട്ട് നമ്മൾ ഗാനമേളക്ക് പാടുന്നതും പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. അതായത് ഇപ്പോൾ
ഒരാളൊരു സ്മെല്ല് കൊണ്ടുവരുമ്പോൾ ഇത് ഏത് സ്മെല്ലാണ് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് അവർ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു പെർഫ്യൂം അവരെ ഓൾറെഡി ഉള്ള ലൈബ്രറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പെർഫ്യൂമറി പഠിക്കുമ്പോൾ ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പെർഫ്യൂമറി പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, എന്റെ കണ്ണ് തുറപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞൊരു തിയറി പഠിക്കുമ്പോഴാണ്. അപ്പൊ ആസ്പെക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നമ്മൾ ജനറലി സ്മെല് ചെയ്ത് പോകുന്ന ഒരു സ്മെല്ലിന് അത് കൂടാത്ത കുറെ ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളൊരു സംഭവം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ മുല്ലപ്പൂവ് മണക്കുമ്പോൾ മുല്ലപ്പൂവിന് ഒരു 3-4 ആസ്പെക്ട്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞു തന്നിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ മുല്ലപ്പൂവ് മണത്ത് നോക്കുമ്പോൾ മുല്ലപ്പൂവിന് റോബസ്റ്റ പഴത്തിന്റെ ഒരു ആസ്പെക്ട് ഉണ്ട്. അത് നമ്മളിങ്ങനെ ഒന്ന് സൂക്ഷിച്ച് സ്മെല്ല് ഉള്ളിലോട്ട് എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുല്ലപ്പൂവിന് ഈ റോബസ്റ്റ പഴത്തിന്റെ ആസ്പെക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുല്ലിന്റെ ഒരു ആസ്പെക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പീച്ചി ആസ്പെക്ട് ഉണ്ട്, ഒരു ഫ്രൂട്ടി നോട്ട് ഉണ്ട് മുല്ലപ്പൂവിന്. അത് മുല്ലപ്പൂവിന്റെ സ്മെല്ലിൽ തന്നെയാണ് അത്. അതുപോലെ തന്നെ ഫ്രൂട്ട് ആണെങ്കിൽ തന്നെ ഫ്രൂട്ട് തന്നെ പീച്ചി ആസ്പെക്ട് തന്നെയാണ് പറയുക. പീച്ച് ഫ്രൂട്ടിന്റെ ഒരു ആസ്പെക്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റിന്റെ നമ്മുടെ ഉള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അത് ഇതൊക്കെ മുല്ലപ്പൂവായിട്ട് ഒരു ബന്ധമില്ലാത്ത അതെ, സാധനങ്ങളാണ്. ഇത് മുല്ലപ്പൂവായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഭവങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി, സ്വന്തമായിട്ടൊരു ബ്രാൻഡിന്റെ ഉടമ കൂടിയാണ് സഫീർ. ഈ സഫീർ എന്ന വാക്കിന്റെ അർത്ഥം അംബാസിഡർ എന്നാണ്. സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് അതിനും അംബാസിഡർ എന്ന് തന്നെ പേരിട്ടു. അതെ അതെ. അപ്പൊ ഈ അംബാസിഡർ ബ്രാൻഡിന് കീഴിൽ ഇപ്പൊ എത്ര പെർഫ്യൂംസ് ഉണ്ട്? നമുക്ക് ഇപ്പൊ ഒരു മോർ ദാൻ 36 ഫ്ലേവേഴ്സ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ കൂടുതലും നമ്മൾ ഓർമ്മകളും ഇമോഷൻസിനായിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ ഇമാജിനേഷൻ കൂടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പെർഫ്യൂമിന്റെ പേരാണ് സീറം ഓഫ് കൈഫി. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പഴയ പെർഫ്യൂമായിട്ട് കരുതപ്പെടുന്നത് കൈഫിയാണ്. അതായത് ഈ ഈജിപ്തിലെ പിരമിഡ്സിന്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു സുഗന്ധദ്രവ്യമാണ്. അതിനെ കൈഫി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പെർഫ്യൂം ആൾക്കാർ ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നൊക്കെ സംഭവങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മണത്തിട്ടില്ല അത്. പിന്നെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, നമുക്ക് എങ്ങനെ കൈഫി എങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പണ്ട് കാലത്ത് ഈ സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈ ദേവാലയങ്ങളിൽ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനും രാജാവായിരുന്നു മെയിൻ പ്രീസ്റ്റ് പല സ്ഥലങ്ങളിലും. അപ്പൊ രാജാവ് ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാണ്. അപ്പൊ അതിന് ഒരു സാമ്പ്രാണിത്തിരിയുടെ ഒരു ചന്ദനത്തിരി പോലത്തെ ഒരു ഇൻസെൻസിന്റെ ഒരു സംഭവം വേണം. പിന്നെ അതുപോലെ തന്നെ പണ്ട് പെർഫ്യൂം ഉണ്ടാക്കിയിരുന്നത് ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നുമാണ്. പിന്നെ ഊത് എന്ന് പറഞ്ഞ ഈ ഊത് ഓയിൽ നിന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ അത് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് എങ്ങനെയായിരിക്കും കൈഫി എന്നുള്ളത് നമ്മൾ റീഇമാജിൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ പെർഫ്യൂം സീറം ഓഫ് കൈഫി. ഇത് ഒരു ഊതി സ്പിരിച്വൽ. അപ്പോ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് സുഗന്ധങ്ങൾ, പുതിയ സുഗന്ധങ്ങൾ കണ്ടുപിടിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.